കേരള സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കി. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഇന്ന് ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭയിൽ ഇന്ന് സർവകലാശാല ബില്ല് തന്നെയായിരുന്നു, സ്വകാര്യ സർവകലാശാല ബില്ല് തന്നെയായിരുന്നു. പ്രധാനമായും എന്തൊക്കെ വ്യവസ്ഥകൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ബില്ലിപ്പോൾ നിയമസഭ പാസാക്കുന്നത്? മനു, വിശദമായ ചർച്ച ബില്ല് അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ശേഷം വിശദമായ ചർച്ച പൂർത്തിയാക്കി. ഇന്നലെയും ആദ്യം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ വിശദമായ ചർച്ച ബില്ലുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ വിശദമായ ചർച്ച കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇന്നും അതിന്റെ തുടർ ചർച്ച പൂർത്തിയാക്കിയിട്ടാണ് പുതിയ ഭേദഗതി അതടക്കം അംഗീകരിച്ചുകൊണ്ട് ബില്ല് അംഗീകരിക്കുന്നത്. കേരള സ്വകാര്യ സർവകലാശാല ബില്ലിന് അംഗീകാരം കേരള നിയമസഭ നൽകിയിട്ടുണ്ട്. ഇനി ഇത് ഗവർണർക്ക് അയച്ച് അംഗീകാരം ലഭിക്കുന്നതോടുകൂടി തന്നെ ഇത് നിയമമായി മാറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നതാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിൽ സ്വകാര്യ മേഖലയ്ക്കും ഇടം നൽകുക എന്നതാണ് LDF സർക്കാരിന്റെ ലക്ഷ്യം. ഇത് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ സഭയിൽ പ്രഖ്യാപിച്ചതാണ്. കൃത്യമായ സാമൂഹ്യ നിയന്ത്രണം ഇത് സംബന്ധിച്ച് സ്വകാര്യ സർവകലാശാല സർക്കാരിനുണ്ടാകും. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന തരത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും സ്വകാര്യ സർവകലാശാലകൾക്ക് അനുവാദം നൽകുക. ചാംബി കമ്മീഷൻ നേരത്തെ ശുപാർശ ചെയ്ത മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ഇത് നടപ്പിലാക്കുക. പൊതു സർവകലാശാല ശാക്തീകരിക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് നടപ്പിലാക്കുന്നത്. സർവകലാശാല മികച്ച രീതിയിൽ നിലവിൽ കേരളത്തിലെ പൊതു സർവകലാശാലയിലെ മികച്ച രീതിയിൽ എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് കൂടി സർക്കാർ അനുവാദം നൽകുന്നത്. 25 കോടി രൂപയും ഒപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള സൗകര്യവും ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇത് അനുവാദം നൽകുക. ഇതിന് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ ICMR-ന്റെ മാനദണ്ഡം പാലിക്കണം. 40% സംവരണം സ്ഥിരം നിവാസികൾക്ക്, കേരളീയർക്ക്, തദ്ദേശീയർക്ക് സംവരണം 40% ഇവിടെ വിദ്യാർത്ഥികൾ സംവരണം ഏർപ്പെടുത്തണം. ഒപ്പം തന്നെ സാമൂഹ്യ നീതിയും സാമൂഹ്യ നിയന്ത്രണങ്ങളും പൂർണ്ണമായി പാലിക്കപ്പെടും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്വകാര്യ സർവകലാശാലകൾക്ക് നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ അധികാരം സർക്കാരിന് നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബില്ല് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചയും വാദപ്രതിവാദങ്ങളും വിയോജനങ്ങളും ഒക്കെ തന്നെ നിയമസഭയിൽ ഉയർന്നു വന്നു. അതിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയപരമായ മറുപടി, ബില്ലിലെ ഭേദഗതി നിർദ്ദേശിച്ച ഗുണപരമായ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ടാണ് ബില്ല് കേരള സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കിയത്. ശരി, നൃപൻ തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.